നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോൺഗ്രസിന്റെ അന്തകനാണ്. രാഹുൽ മാങ്കൂട്ടത്തെ ചുമന്നിട്ടുണ്ടെങ്കിൽ ചുമന്നവനും നാറുമെന്നറിഞ്ഞിട്ടും അയാളെ ആരെങ്കിലും ഒക്കെ ചുമക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. നമുക്ക് പരിശോധിക്കാം. വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും പ്രതിക്കൂട്ടിലാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ PR സംഘം കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ കണ്ടാൽ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് ആ യുവതി ഗർഭിണിയാക്കിയത് എന്ന് പോലും തോന്നിപ്പോകും. അതായത് രാഹുൽ മാങ്കൂട്ടമാണ് ഇരയെന്ന് തോന്നുന്ന രീതിയിലാണ് PR വർക്ക് ചെയ്യുന്ന ചില സീമേച്ചിമാരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പല നീക്കങ്ങൾ. ഇനി രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും പ്രതിക്കൂട്ടിലാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പും അയാൾ ഈ നിമിഷം വരെ നിഷേധിച്ചിട്ടില്ല എന്നത് മാത്രമല്ല, ആ ശബ്ദം തന്റേതല്ല എന്ന് മാധ്യമങ്ങളോട് ഇദ്ദേഹം പറയാൻ പോലും കൂട്ടാക്കിയിട്ടില്ല. മാധ്യമ പ്രവർത്തകർ ഇദ്ദേഹത്തെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, ആ പെൺകുട്ടിയോട് ഗർഭചിത്രം നടത്തണമെന്ന് പറയുന്ന ഓഡിയോ അത് നിങ്ങളുടേതല്ലേ, ആ ശബ്ദം നിങ്ങളുടേതല്ലേ എന്ന് ചോദിക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടം ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട്? അത് അയാളുടേതല്ലെങ്കിൽ അയാൾക്ക് ധൈര്യമായിട്ട് നിഷേധിക്കാൻ പറ്റുമോ? അപ്പോ രാഹുൽ മാങ്കൂട്ടം അത് നിഷേധിക്കാത്തിടത്തോളം കാലം അയാൾ പ്രതിക്കൂട്ടിൽ തന്നെയാണ്. അയാൾ അത് നിഷേധിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഉമാ തോമസ്, ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ, താര, അങ്ങനെ നിരവധി ആളുകൾ ഇയാൾക്കെതിരെ രംഗത്തേക്ക് വന്നത്. കോൺഗ്രസിൽ തന്നെയുള്ള പല വനിതാ നേതാക്കളും കരുത്തയായിട്ടുള്ള പല വനിതാ നേതാക്കളും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കണം, ബിന്ദുകൃഷ്ണയൊക്കെ പറഞ്ഞ് അയാളെ രാജിവെപ്പിക്കണം എന്ന് തന്നെയാണ് അങ്ങനെ പറഞ്ഞ് രംഗത്തേക്ക് വന്നത്. അതുകൊണ്ടാണ്. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? അതായത് ഗാലറി മുഴുവൻ എതിരായി, കോൺഗ്രസിനകത്തു നിന്നുള്ള പിന്തുണകളെല്ലാം നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലായപ്പോൾ ഒരു PR സംഘം രംഗത്തേക്ക് ഇറങ്ങുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ച കോൺഗ്രസ് നേതാക്കളെ പോലും വളരെ മോശമായ രീതിയിൽ സൈബർ ആക്രമണം നടത്തുന്നു. ആരെങ്കിലും ഒക്കെ ഇങ്ങനെ സംസാരിച്ചാൽ അവരെ ഇങ്ങനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തും എന്ന ഒരു സന്ദേശം, ഒരു ഭയപ്പെടുത്തുന്ന ഒരു ഭീതി ജനിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു നീക്കം നടത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശേഷം ബങ്കറിനകത്ത് ഒളിച്ചിരുന്ന രാഹുൽ മാങ്കൂട്ടത്തെ പുറത്തിറക്കാൻ വേണ്ടി ഒരു പരവതാനി വിരിച്ചു കൊടുക്കുന്നുണ്ട് ഈ പറയുന്ന PR സംഘം. അങ്ങനെ എല്ലാം ആറി തണുത്തു എന്ന് കണ്ടപ്പോൾ വീണ്ടും റീൽസുമായി രാഹുൽ മാങ്കൂട്ടം പ്രത്യക്ഷപ്പെട്ടു. അനുശ്രീയും തൻവിയും ഒക്കെയുള്ള ആ റീൽസ് നമ്മളെല്ലാവരും കണ്ടതാണ്. സ്ത്രീകളൊക്കെ തനിക്കൊപ്പമാണ്, എല്ലാവരും തനിക്കൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തിയതാണ്. പക്ഷേ അത് അമ്പയെ പരാജയമായി മാറി. അതായത് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് അവളെ മോഹിപ്പിക്കുന്നു, പിന്നീട് അവളെ ഗർഭിണിയാക്കുന്നു, ശേഷം അവളോട് ഗർഭചിത്രം നടത്താൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു, പിന്നെ ഭീഷണിപ്പെടുത്തുന്നു, അവളെ കൊന്നുകളയുമെന്ന് പറയുന്നു. ഇപ്പൊ അവസാനമായി പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പ് ഞെട്ടിപ്പിക്കുന്നതാണ്. രാഹുൽ മാങ്കൂട്ടം ഇതൊക്കെ ചെയ്തു എന്ന് ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ്. ആ യുവതി ഇപ്പോ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനായിട്ട് പോവുകയാണ്. ആ നിമിഷത്തിൽ ചില ആളുകളൊക്കെ വീണ്ടും കളത്തിലിറങ്ങിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചുകൊണ്ട്. സീമാജി നായർ, അതുപോലെ തന്നെ രാഹുൽ ഈശ്വർ, ഇവരൊക്കെ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അവരുടെ കാര്യത്തിലേക്ക് വരും മുമ്പ് ഇപ്പോഴും ആ പഴയ സ്റ്റാൻഡ്, അതായത് രാജിവെക്കണമെന്ന സ്റ്റാൻഡ് സ്വീകരിച്ചിട്ടുള്ള നിരവധി ആളുകളുണ്ട് കേട്ടോ. ബിന്ദുകൃഷ്ണൻ ഇന്നലെയും പറഞ്ഞു, എന്റെ നിലപാടിൽ മാറ്റമില്ല എന്ന് പറയുന്ന ഒരു കാഴ്ചയുണ്ട്. വളരെ സ്വാഗതാർഹമാണ്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ രാഷ്ട്രീയം കാണരുത് എന്നുള്ളതാണ് എന്റെ പക്ഷം. രണ്ട്, മറ്റ് ആളുകളും പറഞ്ഞു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന എന്താണ് ഫേസ്ബുക്കിൽ കുറിച്ചത്? പടിയടച്ച് പിണ്ടം വെക്കണം ഇയാളെ എന്നാണ് പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് സജന പറഞ്ഞത്. അതുപോലെ തന്നെ നിരവധി ആളുകൾ തങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള വിയോജിപ്പും അയാളുടെ ഈ വിഷയത്തിലെ ഉരുണ്ടുകളിയോടുള്ള ഒരു വിയോജിപ്പും ഒക്കെ പ്രകടിപ്പിക്കുന്ന കാഴ്ച കണ്ടെങ്കിലും K. സുധാകരനെ പോലുള്ള മുൻ KPCC പ്രസിഡന്റ് ഒക്കെ പറയുകയാണ് അയാൾ നിരപരാധിയാണ്, അയാൾ സജീവമാകണമെന്ന് പറയുകയാണ്. എന്താണ് അതിന് പിന്നിലെ ഒരു സംഭവം എന്ന് പരിശോധിച്ച് നോക്കിയാൽ സുധാകരനൊക്കെ രാഹുൽ മാങ്കൂട്ടത്തെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. സുധാകരനെ ഈ പറയുന്ന KPCC സ്ഥാനത്ത് നിന്ന് തട്ടിയത് അത് VD സതീശനാണെന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു തിരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിന് വലിയ ക്ഷീണം ചെയ്യുമെന്ന് നമ്മുടെ അറിയാലോ. RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുള്ള സുധാകരൻ നന്നായി അറിയാം. അതുകൊണ്ട് സുധാകരൻ നന്നായിട്ട് ന്യായീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ കൂടുതൽ സജീവമാക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. VD സതീശൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾ അയാളെ പിന്തുണയ്ക്കുന്നില്ല, അയാളെ പാർട്ടി പുറത്താക്കിയതാണ് എന്ന് VD സതീശൻ പറയുന്നുണ്ട്. VD സതീശൻ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന വ്യക്തിയൊന്നുമില്ല കേട്ടോ. 3 വർഷം മുമ്പ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വന്നപ്പോൾ ഒരു നടപടി എടുക്കാത്ത മനുഷ്യനാണ്. സത്യം പറഞ്ഞ VD സതീശനൊക്കെ സ്വന്തം സ്ഥാനം സേഫ് ആക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഇത്ര വലിയ ഇരയ്ക്കൊപ്പം എന്ന ഒരു നിലപാടായിരുന്നുവെങ്കിൽ അന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ പരാതി വന്നപ്പോൾ തന്നെ 3 വർഷം മുമ്പ് നടപടി സ്വീകരിക്കുകയായിരുന്നു. അന്ന് പരാതി കയ്യിലിരിക്കുമ്പോഴാണ് ഇയാളെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കുന്നത്, പിന്നീട് പാലക്കാട് മത്സരിക്കാൻ വേണ്ടി ഇറക്കുന്നത്. എന്തായാലും VD സതീശൻ ഇപ്പോ വലിയ വിശുദ്ധന്റെ കുപ്പായ അണിയാൻ വേണ്ടിയൊക്കെ കാണിക്കുന്നതാണെങ്കിൽ എന്തോ ആയിക്കോട്ടെ. ഇപ്പൊ പറയുന്നു ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം അല്ല, സസ്പെൻഡ് ചെയ്താണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും ഒരു വിഭാഗം ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തെ ഇങ്ങനെ പിന്തുണച്ചുകൊണ്ട് സജീവമാകാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് അയാൾ സജീവമാകുമ്പോൾ കോൺഗ്രസ് ഇല്ലാതാകുമെന്നും BJP അവിടെ വളരുമെന്നും അവർക്ക് നന്നായി അറിയാം. സ്വാഭാവികമായും ഇങ്ങനെയുള്ള ആരോപണങ്ങൾ നേരിടുന്ന ഒരു വ്യക്തി വോട്ട് മേടിക്കാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥിയെയും കൊണ്ട് അവിടെ ചെന്നാൽ നിങ്ങളാണെങ്കിൽ വോട്ട് ചെയ്യോ? ഇല്ല.
അതായത് സ്ത്രീകൾ മുഴുവൻ, അതായത് സ്വന്തം പാർട്ടിയുള്ള സ്ത്രീകൾ പോലും ഇയാളെ വളരെ ഭീതിയോടെയും വളരെ ഭയത്തോടെയും കാണുന്നുവെങ്കിൽ പിന്നെ നാട്ടിലുള്ള ആളുകളുടെ പെണ്ണുങ്ങളുടെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ? അപ്പൊ ഇങ്ങനെ ഒരാളെ പിടിച്ചുകൊണ്ട് നേരെ ചെല്ലുകയാണ്. അതായത് ഒരു ഗോവിന്ദ ചാമേനെ പിടിച്ചുകൊണ്ട് നമ്മൾ വോട്ട് ചോദിക്കാൻ പോയി ഉണ്ടാവും എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ള സംഭവമാണ്. ഇയാളതൊക്കെ നിഷേധിച്ചെങ്കിൽ ഓക്കെയാണ്. ഇയാൾ നിഷേധിച്ചു. ഈ പറയുന്ന ഓഡിയോ ക്ലിപ്പ് എന്റെ അല്ല, റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടത് വ്യാജമാണ്, ഞാനൊരു നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഓക്കെ, ഇതൊന്നും ഇയാൾ ചെയ്തിട്ടില്ല ഇത്ര നാൾ വരെ എന്നുള്ളതാണ്. അപ്പൊ ഇതൊന്നും ചെയ്യാതെ ഇയാൾ ഇങ്ങനെ നടക്കുകയാണ്. മറ്റേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് പിടിക്കാൻ വേണ്ടി നടക്കുകയാണ്. അത് കോൺഗ്രസിന് വലിയ ദോഷം ചെയ്യും. അത് ആർക്കാണ് ഗുണം ചെയ്യാൻ പോകുന്നത്? അത് ബി ജെ പിക്കാണ് ഗുണം ചെയ്യാൻ പോകുന്നത്. ഇത് ബി ജെ പിക്ക് വേണ്ടി ഒരു അരങ്ങൊരുക്കി കൊടുക്കുന്നതാണ് എന്ന് ഞാൻ പറയും. കാരണം ഞാൻ ഇന്നലെ നമ്മുടെ നാഷണൽ ന്യൂസുകളൊക്കെ നോക്കി, അതുപോലെ തന്നെ നാഷണൽ ന്യൂസ് പേപ്പറുകളൊക്കെ നോക്കി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർത്ത വളരെ പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുകയാണെന്നേ. അത് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യപ്പെടുന്നത് എന്ന് സോഷ്യൽ മീഡിയ, എക്സ് പ്ലാറ്റ്ഫോം, ഇതൊക്കെ ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അത് ബി ജെ പി നല്ല രീതിയിൽ പമ്പ് ചെയ്യുകയാണ്. എങ്ങനെയാണ്? ഇന്ത്യ മുന്നണിയിലെ ഒരു നേതാവ്, ശ്രദ്ധിച്ചോ, ഇന്ത്യ മുന്നണിയിലെ ഒരു നേതാവ് നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിട്ടുള്ളത് എന്താ, എന്ത് രീതിയിലുള്ള ആരോപണമാണ് എന്ന രീതിയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വലിയ രീതിയിൽ നീക്കുകയാണ്. ഇത് വലിയ രീതിയിൽ തന്നെ ഇന്ത്യ മുന്നണിക്ക് ദോഷം ചെയ്യും. ഇത് കേരളത്തിലെ കോൺഗ്രസിനും വലിയ തോതിൽ തന്നെ ദോഷം ചെയ്യുന്നുണ്ട്. ഇനി സീമാജി നായരും രാഹുൽ ഈശ്വറും ഒക്കെ ഇപ്പൊ കോൺഗ്രസ് ഈ രാഹുൽ മാങ്കൂട്ടം ഫാൻസ് അസോസിയേഷന്റെ വലിയ ആരാധനാ കഥാപാത്രമാണല്ലോ. സത്യത്തിൽ അവരെന്താണ് ചെയ്യുന്നത്? അവർ നിങ്ങൾ വിറ്റുകൊണ്ടിരിക്കുകയാണ്, മരമണ്ടന്മാരെ എന്നാണ് പറയാനുള്ളത്. അവർക്ക് നിങ്ങളുടെ പ്രസ്ഥാനത്തിനോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവർ പറയേണ്ടത് എന്താണ്? നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തനിക്കെതിരെ വന്നിട്ടുള്ള ആ ഒരു ഓഡിയോ ക്ലിപ്പ്, ആ ശബ്ദ സന്ദേശം അത് നിഷേധിക്കൂ എന്നല്ലേ പറയുന്നത്. പക്ഷെ അത് അവിടെ പറയുന്നില്ല. രാഹുലെ, നീ ഒന്നുകൂടി ആക്റ്റീവായി രംഗത്തേക്ക് ഇറങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ വീണ്ടും കളത്തിലേക്ക് ഇറക്കുകയാണ്. അതായത് ബങ്കറിനകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ വീണ്ടും സജീവമാക്കുകയാണ്. അത് കോൺഗ്രസിന് ദോഷമല്ലേ ചെയ്യുകയുള്ളൂ. സീമാജി നായർ വന്നിട്ട് വലിയ രീതിയിൽ തന്നെ ഇങ്ങനെ ഇയാളെ പറ്റി പൊടുത്തി അടിക്കുകയാണ്. ന്യായീകരണമാണ്. എങ്ങനെ അത് സാധിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. അതായത് ഇരയ്ക്കൊപ്പം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വേട്ടക്കാരനൊപ്പം തോളിൽ കൈയിട്ടിരുന്ന എങ്ങനെ ഉണ്ടാവും? എനിക്ക് അങ്ങനെയാണ് ഇത് കാണുമ്പോൾ തോന്നിപ്പോകുന്നത്. വാണിശ്രീ ആണെങ്കിലും തൻവി ആണെങ്കിലും ഒക്കെ ഇയാൾക്കൊപ്പം പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കി ഗർഭചിത്രം നടത്തിയ ഒരു വ്യക്തിക്കൊപ്പമാണ് ഈ പരിപാടിയിലൊക്കെ അവർ പങ്കാളിയാകുന്നത്. സ്ത്രീകളാണ്. അതുപോലെ തന്നെ സീമാജി നായർ ന്യായീകരിക്കുന്ന ഇങ്ങനെ ഒരു ടീമിനെയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് വേണ്ടി ഒരു വലിയ PR സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കാര്യം പറയാം, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും എങ്ങും കിട്ടില്ല എന്നറിയാം. രാഹുൽ മാങ്കൂട്ടത്തെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള സ്ഥാനാർത്ഥികൾക്ക് അത് ദോഷം ചെയ്യുമെന്ന് നന്നായി UDFനും അറിയാം. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ ക്ലച്ച് പിടിക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും കയറിപ്പറ്റാൻ വേണ്ടി ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടമെ, നിങ്ങൾ ഈ ഓഡിയോ ക്ലിപ്പ് നിഷേധിക്കാത്തിടത്തോളം കാലം നിങ്ങൾ പ്രതിക്കൂട്ടി തന്നെയാണ്. നിങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മാധ്യമങ്ങൾ എത്രയോ തവണയാണ് ഇയാളുടെ അടുത്ത് ചോദിച്ചത്, ഇത് നിങ്ങളേതാണോ, നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അയാൾ ഇല്ല എന്റെ അല്ല എന്ന് പറയാത്ത എന്തുകൊണ്ടാണ്? അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോ അങ്ങനെ ചിന്ത വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ PR സംഘം ഇരുന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ ചെളിവാരി എറിയാണ്, അതെറിയാണ് എന്നൊക്കെ പറഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മടിയിൽ കനമില്ലെങ്കിൽ വഴിയിൽ പേടിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോ ഇയാൾക്ക് വഴിയിൽ പേടിയാണ്. അതെന്താണ്? മടിയിൽ കനമുള്ളത് കൊണ്ടാണ്. ഇപ്പൊ ഈ യുവതി ഇനിയിപ്പോ പരാതി കൊടുക്കാനായിട്ട് പോവുകയാണ്. എന്തായാലും പരാതി കൊടുക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇനി ഇയാൾക്കെതിരെ വന്നിട്ടുള്ള പല ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ട് യുവതികൾ പരാതി കൊടുക്കുന്നില്ല എന്നുള്ള ചില കാര്യങ്ങൾ കൂടി കമന്റ് ബോക്സിൽ കാണാനിടയായി. അതിനോട് വ്യക്തമായ മറുപടി പറയാം. പരാതി ഒന്ന് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ അവർ നേരിടുന്ന ഒരു സൈബർ റേപ്പ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എത്ര മോശമായ രീതിയിലാണ് തനിക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞ ഒരു സ്ത്രീയെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വെട്ടിക്കിളികൾ ആക്രമിക്കുന്നു? അപ്പൊ പിന്നെ പരാതി കൊടുത്താൽ എന്താകും ഒരവസ്ഥ? അതുകൊണ്ട് പലരും പേടിച്ച് ഭയപ്പെട്ട് ഒളിച്ചിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഗവൺമെന്റും പോലീസും ഒക്കെ അവർക്കൊപ്പം, ഇരയ്ക്കൊപ്പമുണ്ട്. ധൈര്യമായി പരാതി കൊടുക്കൂ എന്നാണ് പറയാനുള്ളത്. എന്തായാലും ആ യുവതി പരാതി കൊടുക്കാൻ പോകുന്നു എന്ന് അറിയുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ആളുകൾക്ക് ഒരു നിമിഷം പോലും പൊതുപ്രവർത്തകനായിട്ട് തുടരാൻ അർഹനല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയവും കാണുന്നില്ല. ഇതിപ്പോ ഈ സംഭവം BJPയിൽ സംഭവിച്ചാലും അത് CPMൽ സംഭവിച്ചാലും ഏത് പാർട്ടിയിൽ സംഭവിച്ചാലും ഇതേ നിലപാട് തന്നെ പറയാം. അതിലൊരു തർക്കവുമില്ല. അങ്ങനെ ഒരു കള്ളനെയും സപ്പോർട്ട് ചെയ്യേണ്ട, ഒരു പെണ്ണുപിടിയെ സപ്പോർട്ട് ചെയ്യേണ്ട ഒന്നും കാര്യം നമുക്കില്ല. കാരണം അവരെ ഒന്നും സപ്പോർട്ട് ചെയ്തൊന്നുമല്ല നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് സത്യങ്ങൾ വിളിച്ചു പറയാനുള്ള, അല്ലെങ്കിൽ ഇത്തരം അനീതികൾ കണ്ടിട്ടുണ്ടെങ്കിൽ ശബ്ദമുയർത്താനുള്ള ഒന്നാണ് എന്ന് വിശ്വസിക്കുന്നിടത്തോളം കാലം രാഹുൽ മാങ്കൂട്ടമെ, നിങ്ങൾ MLA സ്ഥാനത്തുനിന്നല്ല, ഒരു സാധാ രാഷ്ട്രീയക്കാരനായി പോലും തുടരാൻ അർഹനല്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.